ഹലോ നമ്മൾ തിരക്ക് പിടിച്ച സ്ഥലത്തേക്ക് പോവാണ്. എന്താ വെച്ചാൽ നമ്മളെ മമ്മീൻ്റെ അടുത്തേക്കാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് എന്നെ മാമാട്ടിന് ഇവരെല്ലാം ഓടിച്ചിരുന്നു, പക്ഷെ എന്നെ മാത്രമേ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടായിട്ട്. അതുകൊണ്ട് ഇന്ന് വൃന്ദാൻ്റെയോട് എന്നെ ഓടിക്കാന്ന് പറഞ്ഞു. ഞാനും വൈകിച്ച് വൃന്ദാൻ്റെ വീട്ടിൻ്റെ അടുത്ത്, നമ്മളെ വീടിൻ്റെ അടുത്താണ് വൈകിച്ച് കൂട്ടാൻ വന്നത്. അപ്പം ഞാനും വൈകിച്ചും ഞാൻ പറഞ്ഞ വീട് അടുത്താണിപ്പോൾ നമ്മൾ വീട് എത്താനായിട്ടുണ്ട്. നമ്മളിപ്പോൾ പോയി കേട്ടിക്കിട ഗായ്സ്, എനിക്ക് സന്ദേശം കൊണ്ട് വയ്യ. ഇപ്പോൾ പോകുന്ന വീട്ടിൽ ഞാൻ എന്തെങ്കിലും ഉടുങ്ങിയായിരിക്കും ഗായ്സ്. അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മഴ പെയ്യല് ഗൈസ്. അതാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനൊരു ഇതിട്ടാൻ പറയുന്നത് ഇട്ടത്. എന്താണ് പെട്ടെന്നൊരു മഴ പെയ്യല്. ഇപ്പോൾ മഴേൻ്റെ ഒച്ച കേൾക്കാനുണ്ട്. മഴ പെയ്യലിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നത് അതാണ് കാരണങ്ങൾ, വേറെ ഒന്നും വിചാരിക്കല് കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ എത്താനായിട്ടുണ്ട്. പോയി തുറക്കാൻ പോവാണ്. കാറ് വരുന്നോണ്ടിട്ടൊക്കെ പേടിയായി. കാറ് വരുന്നോണ്ടിട്ട് പേടിച്ചു പോയി. അതാണ് എൻ്റെ മൂഡ് നിങ്ങൾ കണ്ടിരുന്നു. ഞാൻ ബ്ലാക്ക് ഗേറ്റ് തുറന്നിട്ട് ദൈവം കത്തുന്ന പറയുന്നുണ്ട്. നമുക്ക് ഞാൻ വൈകിച്ചിൻ്റെ സൈക്കിളിൽ കയറിയിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് ശരിക്കും പേടിച്ചു. വൈകിച്ച് സഹിച്ച ഞാൻ ഇല്ലതെന്നല്ല പറയുന്നു. ആ സൗണ്ട് ഞാൻ വേണമെങ്കിൽ വരില്ല. അപ്പം ഫുൾ കൊടും മഴേൻ്റെ ഒച്ച മനസ്സിലായി. ഇപ്പം നമ്മൾ എത്താനായിട്ടില്ല, ഏകദേശം വീട്ടിൻ്റെ അടുത്തെത്തി. ഇനിയും ഇവിടെ നിന്ന് കുറച്ച് പോകണം ഗൈസ്. ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ എന്നാ രസം. മഴേൻ്റെ ഒച്ച കഴിച്ചു തരാം. ആ സമയത്ത് മഴ പൊടിയുന്നുണ്ടായില്ല, അതിനാൾ ശ്രദ്ധിക്കാണ്ട് നമ്മൾ നേരെ വിട്ടു. ഞാൻ വൈകിച്ച് സ്പീഡ് പോകാത്ത സമയത്ത് ഞാൻ പറഞ്ഞു വൈകിച്ച് സ്പീഡ് പോകുമെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇവൾക്ക് എടുത്തുണ്ടാവില്ല തോന്നുന്നതൊക്കെ ശരി പറഞ്ഞു. നമ്മൾ വേഗം പോയി. സമയത്തേ പൊടിമഴ പിന്നെ കുറച്ച് ദിവസമായി വലിയ തുടങ്ങി. ഞാനിങ്ങനെ ക്യാമറ മുകളിൽ പിടിച്ചു നിന്നു. എന്നാ വെച്ചാൽ നനയാണ്ടിട്ട് നമ്മളിവിടെയാണ് നിർത്തല്. ക്യാമറ മുകളിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ട്വിറ്ററിൽ ചാച്ച